ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ മോള് മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് ഓർമ്മയുണ്ടോ മോക്ക്? ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. 21st ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ മോളെ ഇത്? മോളിങ് വന്നേ. ഈ പിറന്നാൾ ദിനത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. മിസ്റ്റർ ജയറാമൻ, പ്ലീസ് കം. ഒക്ടോബർ 2-ാം തീയതി രാവിലെ 10-നും 10:30-ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ ജയറാമൻ എന്റെ മോളെ മിന്നുകെട്ടും. ഒക്ടോബർ 2-ന് കല്യാണം, 3-ന് ഓപ്പറേഷനായി ബാംഗ്ലൂർക്ക്. ചുരുക്കത്തിൽ കല്യാണം കണ്ടിട്ട് മൂപ്പര് ബാംഗ്ലൂർക്കുള്ളൂ എന്ന് അർത്ഥം. പാവ അമേരിക്കക്കാരൻ കളിച്ച് കളിച്ച് തലയിലാക്കിയില്ലേ പെരുങ്കള്ളിയെ. അങ്ങനെ വാളയാർ മണിയപ്പന് വരെ കല്യാണമായി. 2-ാം തീയതി മണിയപ്പൻ താലി കെട്ടുന്നു. 3-ാം തീയതി ഗണപതി സാർ ഓപ്പറേഷന് പോകുന്നു. സാറ് പൊയ്ക്കഴിഞ്ഞ ഉടനെ തന്നെ പിരിയുകയും ചെയ്യാം. ഒരൊറ്റ ദിവസത്തെ തച്ച്. വിവാഹത്തെ കുറിച്ച് നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? പിള്ളേര് കളിയോ അത്? ഒറ്റ ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണോന്ന്. ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ മതി. ഒന്ന് മാറി അങ്ങോട്ട്. തെറ്റായിരിക്കാൻ ഞാൻ പറഞ്ഞത്. പക്ഷേ ഗണപതി സാറിന് വേണ്ടി ഒരേ ഒരു ദിവസം. ഗണപതി സാറിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം തൊലയ്ക്കാനോ? ഇങ്ങോട്ട് മാറിന്നേ. അത്രയ്ക്ക് അങ്ങോട്ട് നിർബന്ധമാണെങ്കിലേ ഞാൻ കഴുത്ത് നെട്ടിത്തരാം. ഇയാൾക്ക് താലിയിട്ടാൻ പറ്റോ? അങ്കിള് നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുന്നതിന് മുമ്പ് അങ്കിളിനെ ഞാൻ നടക്കിയിരുത്തും. നടക്കിരുത്തൂ? നടത്തിയിരിക്കും. ഇത് മണിയപ്പന്റെ വാക്കാ. മണിയപ്പൻ? മണി പോലെ വിശ്വസിച്ചോ. മണികണ്ഠ സ്വാമിയാണ് സത്യം. സ്വാമിയേ മോള് ഇതെങ്ങോട്ടാ ബാഗുമായിട്ട്? അത് ലോണ്ടറിക്ക് തുണി കൊടുക്കാൻ. എന്റെ മോളെ അതൊന്ന് വിളിച്ചു പറഞ്ഞാ പോരെ? അവര് വന്ന് കളക്ട് ചെയ്തോളും. ഇത്രയും നാൾ അലഞ്ഞു, ഇനി വേണ്ട. അച്ഛനുണ്ട് ഇവിടെ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ. കൃഷ്ണ, താനിതെവിടെയായിരുന്നു? താനിവിടെ ഉണ്ടായിട്ടാണോ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇങ്ങോട്ടാ പോകുന്ന വഴിക്ക് ലോണ്ടറി കൊടുക്കാം. താനെന്താടോ നോക്കിക്കണേ? ഡോക്ടർ അവിടെ കാത്തിരിക്കുക. ശാലു അകത്തേക്ക് പൊയ്ക്കോ. വണ്ടി എടുക്ക. വേട്ടെ, ഞാനും കൂടെ വരണോ? നിന്റെ ഒരു കണ്ണു വേണം. അത് ഞാൻ ഏറ്റു. ഇവിടെ തന്നെ ഉണ്ട്. ഞാനും വരട്ടെയോ നീ എപ്പോഴാ പുറത്തിറങ്ങിയത്? നിക്കടവിടെ. അയ്യോ, സംഭവം കുഴഞ്ഞല്ലോ. പ്രിയേ, സ്വീറ്റി, കുരിശ്. ഇനി എന്ത് ചെയ്യാൻ? ഐഡിയ. ഇവിടെ നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ. അതാ എന്റെ പേടി. എന്തിനു പേടിക്കണം? ഇളം മന്ദമാരുതൻ, ഇളം മഞ്ഞവയിൽ, എവിടുന്നോ ഒരിളം മണമടിക്കുന്നത് പ്രിയ ശ്രവിക്കുന്നില്ലേ? എന്ത് മണം? പാലപ്പൂ മണം. അത് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റിന്റെ സ്മെല്ലാ. ആണോ? അതെ, കല്യാണ സമയമാകുമ്പോ ഡാഡി മമ്മിയൊക്കെ അമേരിക്കന്ന് വരും പണ്ടാരോടങ്ങാൻ. അതിനു മുമ്പ് വഞ്ചി കരയിലടിപ്പിക്കണം, അല്ലെങ്കിൽ ഈ കണ്ടതെല്ലാം കൈവിട്ടു പോവും. എനിക്ക് മനസ്സിലാവണില്ല. ശാലുവിന് എന്നോട് ഇഷ്ടമല്ലേ? എന്താ സംശയമുണ്ടോ? എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ വെളുപ്പിന് 4:30 കഴിഞ്ഞാൽ ബ്രഹ്മമൂത്രമാണ്. അതോ ശാന്തി മൂത്രമാണ്? ബ്രഹ്മമുഹൂർത്തമാണ്. അപ്പോ വെളുപ്പിന് 4:30 ഞാൻ വരും, നീ കാത്തിരിക്കണം. എനിക്ക് പേടിയോ? എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്റെ പരദൈവങ്ങളെ, സൂത്രക്കാരെ, നിന്നെ ഞാൻ. അതെ, ഞാൻ ജയരാമേട്ടാ രക്ഷപ്പെട്ടു.
മോള് വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം ടെറസിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? ഇല്ല. അല്ല, കിണറ്റിലെന്തോ വീഴുന്ന ഒച്ച കേട്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നെ കൈവിടല്ലേ. ഒരിക്കലും കൈവിടില്ല. ഒരുറപ്പിന് വേണ്ടി മറ്റേ കൈയും കൂടെ പിടിച്ചു. നിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് മതി കയറ്റം. കേറി വന്നിട്ട് പോരെ സാറേ? പോരാ. എന്നാ പെട്ടെന്ന് പറ സാറേ. കൈവിട്ടെങ്ങാനും താഴേക്ക് പോയാ പിന്നെ എന്റെ പൊടി പോലും കാണുകയല്ലേ. അതെ, സാറിന് എന്നോട് പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞാ പോരെ? പറഞ്ഞു നോക്ക്. ഞാൻ ചെയ്തതൊക്കെ തെറ്റ്, ചെയ്തോണ്ടിരിക്കുന്നത് തെറ്റ്, ഇനി ചെയ്യാൻ പോണത് തെറ്റ്. തെറ്റ് ചെയ്യാൻ കാരണം? അതെ, ഈ സെറ്റപ്പും വീടും പിന്നെ പെണ്ണിനെ കൂടെ കണ്ടപ്പോ കണ്ണു തള്ളിപ്പോയി സാറേ. എന്റെ ഭാര്യയും പിള്ളേരും ആളെ സത്യം. കേറി വന്നാലുടനെ ഞാൻ സ്ഥലം വിട്ടോളാം. ഇനി വാക്ക് മാറ്റില്ല? ഇല്ല. ഉറപ്പ്? വാക്ക് മാറ്റില്ല സാറേ. ഒന്ന് കയറ്റി വിട് സാറേ. മാറ്റി വിട് സാറേ. എന്നാ ഇനി ഒട്ടും വൈകണ്ട, വിട്ടു. എങ്ങോട്ട്? അങ്ങനെ പോകാൻ പറ്റുമോ സാറേ? ഞാൻ ഗണപതി സാറിന്റെ ഭാവി വരുമോന്നില്ലേ? അല്ലേ, ഇതാര്? സാക്ഷാൽ ജയരാമൻ ഫ്രം USA. എന്താ സംശയമുണ്ടോ? ഈ ആൾമാറട്ട കളിക്ക് നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇയാളോട് ക്ഷമിച്ചു. പക്ഷേ തന്നെ പോലൊരു മൂന്നാം കിട സ്കൗണ്ടറിനെ എനിക്ക് പകരം വെച്ചതിന് ഒരിക്കലും മാപ്പില്ല. പാവം ഗണപതിയങ്ങള്, നിന്നെ പോലൊരു ഫ്രോഡിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ആ മനുഷ്യന് പോലീസിനെ ഇങ്ങോട്ട് വരുത്തണോ അതോ താനിപ്പോ ഇവിടെ ഇറങ്ങുന്നോ? വേരട്ട് മണിയപ്പനോട് വേണ്ട. പോലീസ് സ്റ്റേഷൻ ജയിലും ഒക്കെ അച്ചുവീട് പോലാ മണിയപ്പന്. ഇടയ്ക്കൊക്കെ കയറി ഇറങ്ങുന്നത് ഒരു രസമാ. ഇപ്പോഴാണ് കൃഷ്ണ സാറും ഉണ്ടല്ലോ കൂട്ടിന്. ഇദ്ദേഹമാണല്ലോ ഈ കളിയുടെയൊക്കെ സൂത്രധാരൻ. വിളിക്ക് സാറേ പോലീസിനെ. അപ്പൊ നീ സ്വമേധ ഇവിടെ നിന്ന് ഇറങ്ങില്ല? വൺ വേ അങ്ങോട്ടേ പാടുള്ളൂ, തിരിച്ച് നോ എൻട്രി. എന്താ ഇത്? പുറത്തുനിന്ന് ഏതോ ഒരുത്തം വന്ന് നമ്മുടെ ജയറാമിനെ തല്ലുന്നത് നോക്കി നിൽക്കുവാണോ കൃഷ്ണ നീ? അങ്കിളെ, ഇത് തല്ലൊന്നുമല്ല. പിന്നെ ഇതെന്റെ പഴയ കൂട്ടുകാരനാ മണിയപ്പൻ. കുറച്ച് ദിവസമായുള്ളൂ നാട്ടിൽ വന്നിട്ട്. എന്റെ പഴയ സ്റ്റാമിന എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ തമ്മി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പിടിച്ചു നോക്കാറുണ്ട്. ഇല്ലടാ മണിയപ്പ? അതിശയം തന്നെ. ഇതാണ് ഗണപതി അങ്കിൾ, എന്റെ അമ്മായിപ്പൻ, മൈ ഫാദർ ലോ. ഹൃദയത്തിൽ ഒരുപാട് തുളയുള്ളതുകൊണ്ട് ഞങ്ങൾ അയാളെ വളരെ സൂക്ഷിച്ചാ കൊണ്ട് നടക്കുന്നത്. ചെറിയ ഷോക്ക് മതിയുടെ ആള് തട്ടിപ്പോവും. അല്ലടാ കൃഷ, അമേരിക്കയിൽ എവിടെയാണ് മണിയപ്പൻ? പറഞ്ഞു കൊണ്ടാങ്ങോട്ട്. കാലിഫോർണിയയിലാ. വെരി ഗുഡ് അങ്കിൾ. എന്താ അവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ, നമുക്ക് വിശാലമായിട്ടൊന്ന് കൂടിയിട്ട് പോവാം. കൃഷ്ണ, ഷെഫി എന്നാ പഴയ പച്ചക്കുപ്പി. അല്ല, തിരിച്ചു പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ കയറിയത്. ഫ്ലൈറ്റിന് സമയമായി, ഇനി ഒരിക്കലാവാം. തിരക്കില്ലായിരുന്നെങ്കിൽ കല്യാണമൊക്കെ കൂടിയിട്ട് പോവായിരുന്നു മണിയപ്പന്. എന്റെ ആഗ്രഹം അതായിരുന്നടാ മണിയപ്പ. എന്റെ ആഗ്രഹം വരട്ടടാ ജയറാമ. എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പാ ഈശ്വര.